പ്രിന്റ്. അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് കുറച്ച് പുതിയ ഇലയൊക്കെ എടുത്തിട്ട് വരാം. കണ്ടോ, നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2 ഇല വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വേണ്ടത് 1 ഇലയും കൂടെ ഇവിടുന്നാണ് നമ്മൾ പിച്ച് ചെയ്ത് വേറെ എല്ലാം തമ്മിലാണ് നമ്മളൊരു നല്ലത് നോക്കി പിച്ചിട്ടുണ്ട്. ഇച്ചിരി വലുത് പതണ്ട ഇതിന് ഒരേ ഷേപ്പൊക്കെ ഉണ്ട്, നല്ലതാണ്. ഇതുണ്ടോ, ഇങ്ങനെ വെച്ചണം. പിന്നെ 2 പിച്ചേക്കാം. ഇനി നമ്മൾ ഇതും കൂടെ ഒന്ന് പിച്ചിക്കാം. പിച്ചാൻ വരത്തില്ല, പിച്ചിട്ടുണ്ട്. നമ്മൾ തുളസിയുടെ ഇലയാണ് നമ്മളിന്ന് ഇപ്പോൾ പറിക്കാൻ പോകുന്നത്. അകത്തോട്ടൊക്കെ നല്ലതാണ്. ഒരു ചെറിയ മാവല പിച്ചാൻ പോകും. കറയൊക്കെ തെറിച്ച് കറയൊക്കെ നമുക്ക് തുടച്ചിട്ടെടുക്കണം. അങ്ങനെ ഇതാണ് നമ്മുടെ ഡ്രോ. കണ്ടോ, ഈ മഷയൊക്കെ പറ്റിയ ഡ്രോയാണ്. ഇനി നമ്മൾ ബുക്ക് ഉണ്ടോ നോക്കാം. ഇത് പഴയ ബുക്കൊക്കെയാണ്. എന്തുവാ, നമ്മുടെ പുതിയ ബുക്കൊന്നുമില്ല. വേണ്ടിട്ടൊന്നൊരു ബുക്ക്. ഈ ബുക്കാണ് നമ്മൾ എടുക്കുന്നത്. നല്ല പെയിൻ്റൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. വരയൊക്കെ ഉള്ള ബുക്കാണ്. പ്ലെയിൻ ഈ മോഡലിലുള്ള ബുക്ക് എടുത്തോണ്ട് നമുക്ക് നേരെ പോവാം. നമുക്ക് ഇതുണ്ടോ, ഈ ക്രയോണാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. പുതിയ ക്രയോണാണ്. ഇല ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അത്യാവശ്യം ഈ ക്രയോണാണ്. ഇനി ഇതാണ് നമ്മുടെ പേജാണ്. അതാണ് ഇത്രയുള്ള പേജ്. നമ്മൾ കളർ ചെയ്തത് ഇതാണ്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഇല. ഇതൊന്ന് കൈകൊണ്ട് വരാം. നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ കമത്തി വെക്കണം. ഇതാണ് മുകൾ ഭാഗം. ഇങ്ങനെ നമ്മൾ കമത്തി വെക്കണം. ഇങ്ങനെ ഉണ്ടോ, ഇതാണ് തായിരിക്കുന്ന ഭാഗം. നമ്മുടെ സെൻട്രലായിട്ട് ഒന്ന് കയറ്റി വെക്കണം. കണ്ടോ, ഇനി ഇത് നമ്മൾ ഇങ്ങനെ പയ്യെ കളർ ചെയ്യണം. ഇതുണ്ടോ, ഇതുണ്ടോ ഈ വര. നമ്മളിങ്ങനെ പകുതി വരെ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇലയുടെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്ന കുറച്ചാണ്. ഷേപ്പായി വരുന്നുണ്ടോ, ഇനി ഷേപ്പ് ആക്കണം. നമ്മളിങ്ങനെ പകുതി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ
നിറഞ്ഞ ഇല. നമ്മൾ ഇതാണ് താമര പോലെ ഇരിക്കും, പക്ഷെ ഇത് ശരിക്കും താമരയല്ല ഗൈസ്. ഞാൻ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എന്തിരലയാണ്. നമ്മളിത് ഇവിടെ ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കണം. പിന്നെ ഇവിടെയുണ്ട് മൂല, പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. പതുക്കെ അടിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ ഈ ഇല. കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ ഈ ഇല. നമ്മുടെ ബാക്കിയിലേക്ക് ഇതുണ്ട്, അതേ ഷേപ്പാണ് വന്നിരിക്കുന്നത്, അതേ ഷേപ്പ്. നമ്മൾ ഇതുണ്ടോ, ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് കണ്ടോ ഷേപ്പൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതെടുക്കാം. വെക്കാം, മാറ്റാം. എന്നിട്ട് ഇതാ ഇവിടെ ആയിട്ടൊന്ന് വെക്കണം, ഇവിടെ ആയിട്ട് വെക്കണം. നമ്മൾ വേറെ കളർ എടുത്ത്, സാധാരണ നമ്മൾ പച്ചയും നീലയും അങ്ങനത്തൊക്കെ എടുക്കും. നീങ്ങി പോവാതിരിക്കാൻ പേപ്പർ മുറുക്കെ എങ്ങോട്ടൊന്ന് പിടിക്കണം. നിങ്ങൾ വിചാരിക്കും ഇത് മാവിൻ്റെ ഇലയാണെന്ന്, പക്ഷെ നമ്മുടെ മാവിൻ്റെ ഇല ഒന്ന് തുടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. പതുക്കെ വരയ്ക്കണം. കണ്ടോ, ഇങ്ങനെ വരയ്ക്കരുത്, അത്രയും പതുക്കെ പോരാ ഗൈസ്. നമ്മൾ പകുതി വരെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇല. സൈഡ്